സുഹിതേ, അപ്പൊ നമ്മള് ബ്രൊമാൻസിന് ശേഷം പൈങ്കിളിയും കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു പൈങ്കിളി? ബ്രൊമാൻസ് കണ്ടിട്ട് നീ ചിരിച്ചില്ല എന്ന് പറഞ്ഞു, പൈങ്കിളി കണ്ടിട്ട് നീ ചിരിച്ചോ? നീ ചിരിച്ചു, ഞാൻ കണ്ടു. ആർത്തുല്ലസിച്ചിരിക്കുന്ന ഒരു യുവാവിനെ ഞാൻ അവിടെ കണ്ടു, ഇല്ലേ? നന്നായിട്ട് തന്നെ ചിരിച്ചു. അത് തന്നെ. അതിപ്പോ പറയുമ്പോ തന്നെ നിന്റെ മുഖത്ത് ചിരിയുണ്ട്, അല്ലേ? ഉണ്ട്. ആ സീൻ എന്റെ മനസ്സിൽ ഓടണ, അത് ആലോചിച്ചിട്ടുള്ള ഓരോരോ സീനും, അല്ലേ? അപ്പൊ പറഞ്ഞോളൂ, നിന്റെ ഒരു പൈങ്കിളി റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതൽ നന്നായിട്ട് തന്നെ കിട്ടി. കോമഡി തന്നെ. ബ്രൊമാൻസ് പോലെ കോമഡിക്ക് വേണ്ടി ഒരു സീൻ എഴുതിയ പോലെ ഈ പടത്തില് സ്ക്രിപ്റ്റിലില്ല. നാച്ചുറൽ ആയിട്ട് തന്നെ റൊമാൻസ് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് തന്നെ എഴുതിയത്. പക്ഷെ കോമഡിക്ക് വേണ്ടിട്ട് എലമെന്റ്സ് അതിൽ ചേർത്തുണ്ട്. കോമഡിക്കായി കോമഡി എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലേ? അതെ. പക്ഷെ ഇതിലതില്ല. ഇതില് നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. മെയിനായിട്ട് സജിൻ ഗോപ് നന്നായി വിളയാടി, അല്ലേ? ആ ഒരു പെർഫോമൻസ് നമ്മൾ ഈ മണിച്ചേട്ടനിൽ നിന്നൊക്കെ കാണുന്ന, അല്ലെ? അതന്നെ. ഒരു കലാഭവൻ മണിയൊക്കെ പെർഫോം ചെയ്യുന്ന പോലെ. കാരണം പരിസരത്തൊക്കെ ആളുകൾ ഉണ്ടെന്നൊന്നും നോക്കാതെ ഭയങ്കരമായിട്ട് ആറാടുകയാണ്, അല്ലെ? ഒരു സഭാകമ്പം പോലും ഇല്ലാത്ത ഒരു ആക്ടർ അങ്ങനെ ആയിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ മുമ്പിൽ വരാൻ പറ്റില്ലല്ലോ. പക്ഷെ ഭയങ്കര സേഫ് സോൺ ആക്ടിങ് ആണ് പല നടന്മാരിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള. പക്ഷെ ഇതങ്ങോട്ട് വിളയാടാണ്, അല്ലെ?